നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന കാര്യം കഴിഞ്ഞ ദിവസം OPയിൽ വന്നൊരു പേഷ്യൻ്റ് ഒരു അനുഭവത്തിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്. ആ പേഷ്യൻ്റ് ബേസിക്കലി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിരുന്നു. അസുഖമൊക്കെ നല്ല രീതിയിൽ കൺട്രോൾഡാണ്. അപ്പോൾ ഒരു മുട്ടിന് നീർക്കെട്ടുണ്ടായിരുന്നു. നല്ല നീർക്കെട്ടുണ്ട്, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1-2 വിസിറ്റ് മുമ്പ് നമ്മുടെ ഇവിടുത്തെ വേറൊരു ഡോക്ടറെ കണ്ടിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അത് ഇഞ്ചെക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ പേഷ്യൻ്റ് കുറച്ച് നോട്ട്സിൽ എഴുതി വെച്ചിട്ടുണ്ടോ, പേഷ്യൻ്റ് ഇൻട്രസ്റ്റ് ഇല്ല, പേഷ്യൻ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പോയി. അതിന് വീണ്ടും എന്നെ കാണാൻ വന്നു. ഒരു 1-1.5 മാസം കഴിഞ്ഞ് അപ്പോഴും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ പേഷ്യൻ്റ് ചോദിച്ചു എന്താ നല്ല മുട്ടിൽ നീരുണ്ട്, എന്താ ഇഞ്ചക്ഷൻ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പേടിയാണ്. അപ്പോൾ മുട്ടിലെടുക്കുന്ന ഇഞ്ചക്ഷനിൽ ജോയിൻ്റ് എടുക്കുന്ന ഇഞ്ചക്ഷനെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളും ശരിയായ ധാരണകളും എല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് സത്യമെന്ന് നമ്മൾ അറിയണമല്ലോ. മുട്ടിൽ എന്തുകൊണ്ട് എപ്പോഴാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്, എന്താണ് അതിനുള്ള റിസ്ക്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നും രണ്ടും പറയണമല്ലോ. അപ്പോൾ മുട്ടിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പലപ്പോഴും ഇൻഫ്ലമേഷൻ, മുട്ടിൽ നല്ല നീർക്കെട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും മുട്ടിൽ ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കുന്നത്. നമ്മുടെ കേരളമാണെങ്കിൽ നമ്മളത് ഇൻഫ്ലമേഷൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ വരുമ്പോൾ അതൊരു അൾട്രാസൗണ്ട് വെച്ച് നമ്മൾ കൺഫേം ചെയ്യും അത് എത്രമാത്രം നീർക്കെട്ടുണ്ട്. നീർക്കെട്ടുള്ളവർക്ക് മാത്രമേ ഈ തരത്തിലുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് കാര്യമുള്ളൂ. നീർക്കെട്ടില്ല തേയ്മാനം മാത്രമാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കാര്യമില്ല. പക്ഷേ നീർക്കെട്ടാണോ തേയ്മാനമാണോ എന്ന് എക്സ്റേ വെച്ച് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. പലപ്പോഴും കുറേ ആളുകൾക്കെങ്കിലും അൾട്രാസൗണ്ട് സ്കാനിൽ എത്രമാത്രം ഇൻഫ്ലമേഷൻ നീർക്കെട്ടുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കും. അതനുസരിച്ചാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണോ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത് ബേസിക്കലി നമുക്കറിയാം, ഒരു ജോയിൻറ്റ് ഫോർ എക്സാമ്പിൾ ശരീരത്തിൽ ഇത്രയും ജോയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു ജോയിൻറ്റ് മാത്രമേ നീർക്കെട്ടുള്ളൂ എങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഗുളികയുടെ ഡോസ് കൂട്ടേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം ഒരു 100 മില്ലിഗ്രാം ഗുളിക കഴിച്ചാലാണ് 1 മില്ലിഗ്രാമൊക്കെയാണ് ഒരു ജോയിൻറ്റിൽ പോകുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ ശരീരത്തിൽ പോയി വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഡിസ്ട്രിബ്യൂട്ട് ആവുകയും ചെയ്യും, നമ്മുടെ യൂറിലൂടെ ഫീസസിലൂടെ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നല്ല ഡോസ് കഴിച്ചാൽ മാത്രമേ, ചെറിയ ഡോസ് മാത്രമേ ആ ജോയിൻറ്റിൽ പോകത്തുള്ളൂ. പക്ഷേ ജോയിൻറ്റിൽ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ 100% ഡോസ് അവിടെ കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് അസുഖം കുറയാൻ സാധ്യതയുണ്ട്. കറക്റ്റായിട്ടുള്ള പേഷ്യൻ്റാണ്, പെട്ടെന്ന് തന്നെ അസുഖത്തിന് കുറവ് വരും. മാത്രമല്ല ആവശ്യമില്ലാത്ത സൈഡ് എഫക്റ്റ് ഇല്ല. കാരണം അത് ശരീരത്തിലേക്ക് വേറെ എങ്ങും പോകുന്നില്ല, ആ ജോയിൻറ്റിൽ മാത്രം നിൽക്കുന്നത് കൊണ്ട് ശരീരത്തിലുള്ള ഒരു സിസ്റ്റമിക് സൈഡ് എഫക്ട്സ് വളരെ എഫക്റ്റേ ഇല്ല. എഫക്റ്റീവ് സൈഡ് എഫക്റ്റ് ഇല്ല, സിസ്റ്റമിക്കൊരു എഫക്റ്റ് കിട്ടത്തില്ല, ആ ജോയിൻറ്റിൽ മാത്രമേ അതിന് എഫക്റ്റ് കിട്ടത്തുള്ളൂ. അത് രണ്ടുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ മൂന്നാമത്തെ കാര്യം, വളരെ പെട്ടെന്ന് എഫക്റ്റ് കിട്ടും. കാരണം നമ്മൾ ഒരു ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ ഗുളിക വന്ന് ചെറിയ ശതമാനം അവിടെ പോയി അസുഖം കുറഞ്ഞ് വരെ 2-3 മാസം എടുക്കുമ്പോൾ ഇത് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല റിലീഫ് പെയിനും സ്വെല്ലിങ്ങിനും കിട്ടും. മാത്രമല്ല ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പെയിൻ കുറയ്ക്കാൻ മാത്രമല്ല സ്വെല്ലിങ് കുറയ്ക്കാൻ കൂടിയാണ്. അപ്പോൾ സ്വെല്ലിങ് കുറച്ചില്ല എന്ത് പറ്റും, ജോയിൻറ്റ് പതുക്കെ തേയ്മാനം വരും. സ്വെല്ലിങ് അവിടെ കെട്ടിക്കിടന്നാൽ ജോയിൻറ്റിൽ തേയ്മാനം വരും, ജോയിൻറ്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം കഴിയുന്നതും പെട്ടെന്ന് ഒരു ജോയിൻറ്റ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യണം, പെട്ടെന്ന് തന്നെ സിംറ്റം ഇമ്പ്രൂവ് ചെയ്യും വേണം. ആ ജോയിൻറ്റിൻ്റെ ഒരു ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് നശിച്ചു പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ജോയിൻറ്റ് ഇഞ്ചക്ഷൻസ് ആണ്. പക്ഷേ എന്തൊക്കെയാണ് അതിൻ്റെ റിസ്ക്? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, സാധാരണ നമ്മൾ സാധാരണ പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് ഇൻഫെക്ഷൻസ് ആണ്. ജോയിൻറ്റിൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ ശതമാനത്തിനാണെങ്കിലും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. വളരെ റെയറാണ്, നമ്മളൊക്കെ വളരെ കുറച്ചേ കണ്ടുള്ളൂ. ചില ഒരു 1000, 2000, 10,000 പേർക്ക് എടുക്കുമ്പോൾ ഒരാൾക്കാണ്. അപ്പം ഒരു വളരെ നെഗ്ലിജിബിളായിട്ട് റിസ്ക്കാണ്, പക്ഷേ അവിടെ ഉണ്ട്. കാരണം അത് ചെയ്യുന്നതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം വളരെ കൃത്യമായിട്ട് ഗ്ലൗസ് ഇട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എസെപ്റ്റിക്കായിട്ട്, അതായത് ഒരു തരത്തിലുള്ള എസെപ്റ്റിക് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്, അതായത് സർജറിയൊക്കെ ചെയ്യുന്ന പോലെയുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഫെക്ഷൻ റിസ്ക് വളരെ കുറയും. പക്ഷേ എങ്കിലും അതാണ് പോസിബിളായിട്ടുള്ള ഒരു മേജർ റിസ്ക്. അത് 10,000-ലോ 20,000-ലൊക്കെ ഒരാൾക്കായിരിക്കാം, പക്ഷേ ആ റിസ്ക് ഉണ്ട്. രണ്ടാമത്തെ ഒരു അപ്പം അങ്ങനെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? പെട്ടെന്ന് ജോയിൻറ്റിൽ നീര് വരും, വേദന കൂടും, അതുകൂടെ പനി വരും, നല്ല രീതിയിലുള്ള പനിയും ചുമന്ന് വരും, ആ ജോയിൻറ്റിൽ ചുമന്നിരിക്കുന്ന പോലെ തോന്നും. രണ്ടാമത്തെ ഒരു ആൾക്കാരുടെ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ ആ വേദന ഉണ്ടാകുമ്പോൾ ജോയിൻറ്റിനകത്താണ്, അയ്യോ എല്ലിനല്ലേ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അത് പലപ്പോഴും പണ്ട് കാലങ്ങളിൽ സംഭവിച്ചിരുന്നത് ബ്ലൈൻഡായിട്ട് ഇഞ്ചക്ഷൻ എടുക്കും. ബ്ലൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കാനിംഗ് ഒന്നും ഉപയോഗിക്കാതെ ഒരു ഉദ്ദേശം വെച്ചിട്ട് മുട്ടിനകത്തോട്ട് ഇഞ്ചക്റ്റ് ചെയ്യും. ലാൻഡ് മാർക്സ് എന്ന് പറയും, ഇങ്ങനെ എവിടെയാണ് ജോയിൻ്റ് എവിടെ നോക്കി ഇഞ്ചക്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ എവിടെയും പോയി കൊണ്ട് വേദന വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ കേരളം നമ്മൾ ചെയ്യുന്ന അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടാണ്. അത് സ്കാനിങ് പ്രോബ് വെച്ച് കറക്റ്റായിട്ട് ജോയിൻറ്റിനകത്ത് നീഡിൽ കൊണ്ടുപോയിട്ടാണ് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ജോയിൻറ്റിനകത്ത് തന്നെ പോകുന്നതുകൊണ്ട് 2 ഗുണമാണ്. ഒന്ന്, നിങ്ങൾക്ക് എഫക്റ്റ് കൂടുതൽ കിട്ടും. 2, വേദന കുറവായിരിക്കും. കാരണം അത് ഇൻറ്റൻഡഡ് സ്ഥലം ജോയിൻറ്റിലോട്ട് തന്നെയാണ് ലിക്വിഡ് പോകുന്നത്, നമ്മുടെ ഇഞ്ചക്ഷൻ പോകുന്നത് കൊണ്ട് വേദനയും താരതമ്യേന കുറയും. അപ്പോൾ എല്ലിന് കൊള്ളുക എന്നുള്ള റിസ്ക് അവിടെ ഇല്ല. മൂന്നാമത്തെ ഒരു കാര്യം ആൾക്കാർ ചോദിക്കുന്നത്, അപ്പോൾ പെയിൻ വലിയ കുഴപ്പമുണ്ടാകേണ്ട കാര്യം, ഇൻഫെക്ഷൻ റിസ്ക് വളരെ കുറവാണ് നേരത്തെ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, സാധാരണ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യം,
ജോയിൻറ്റ് ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ ജോയിൻറ്റ് ചുറ്റുമുള്ള സ്കിന്നിൽ ചെറിയൊരു വെള്ള കളർ പോലെ വരും. അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കയ്യിലൊക്കെ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴാണ്. റിസ്റ്റ് ജോയിൻറ്റിലൊക്കെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ റിസ്റ്റിൽ സ്പേസ് കുറവാണ്. മാത്രമല്ല എസ്പെഷ്യലി ഡാമേജ് ജോയിൻ്റ് ആണെങ്കിൽ ആ ജോയിൻറ്റ് കുറച്ച് ഈ മരുന്ന് പുറത്ത് വരും. മരുന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ അവിടെ ചെറിയൊരു വെള്ള കളർ പോലെ ചിലർ കാണാറുണ്ട്. അത് തന്നെ അത് വലിയൊരു പ്രശ്നമല്ല. ചില ആൾക്കാർക്കത് കോസ്മെറ്റിക് ചെറിയ പേടി വരും, വെള്ള കളർ ശരീരം മൊത്തം പടരും. ഒന്നുമില്ല, അവിടെ മാത്രം ചെറിയൊരു വെള്ള കളർ വരും. യൂഷ്വലി കുറച്ച് കഴിയുമ്പോൾ അത് പതുക്കെ ശരിയായി വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പിന്നെ വേറെ ആളുകൾക്കുള്ളൊരു വേറൊരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റ് നമ്മൾ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ മുട്ടിൽ എടുത്തു കഴിഞ്ഞാൽ മുട്ടങ്ങ് ഡാമേജ് ആയി പോകും ഡോക്ടറെ, മുട്ടിൻ്റെ കാർട്ടിലേജ് അങ്ങ് ചീത്തയായി പോകും. ഒരിക്കലും ഇല്ല. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു വർഷം തന്നെ 5ഉം 10ഉം പ്രാവശ്യമൊക്കെ മുട്ടിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ 3ഉം 4ഉം 5ഉം പ്രാവശ്യമൊക്കെ ജോയിൻറ്റ് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഡാമേജുകൾ വരുന്നത്. അല്ലാതെ ഒരിക്കലും ഇഞ്ചക്ഷൻ കൊണ്ട് ഡാമേജ് വരില്ല. ഡാമേജ് വരുന്നത് കൂടുതൽ എന്തുകൊണ്ടാണ്? അസുഖം കൊണ്ടാണ്. അപ്പം അസുഖം കൊണ്ട് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ആ ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് മുട്ടിന് ഡാമേജ് കൂടാനുള്ള സാധ്യതയൊന്നും ഇല്ല. ഇതൊക്കെയാണ് ഈ ഇതിനെക്കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ പെയിൻ ഭയങ്കരമായിട്ട് വരുമോ എന്നുള്ളതിന് ഒരു ഇതുമില്ല. കാരണം നമ്മൾ ബ്ലഡ് ഇവിടെ നിന്ന് എടുക്കുന്ന പോലെ തന്നെയാണ് ഈ ജോയിൻറ്റിൽ എടുക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ടാകുന്ന പെയിൻ. അല്ലാതെ വളരെ കൂടുതലൊന്നുമില്ല. പിന്നെ ആദ്യം സ്കാൻ ചെയ്ത് നീർക്കെട്ടുണ്ടോ എന്ന് നോക്കുക. നീർക്കെട്ടുള്ളവർക്ക് ഗൈഡഡ് ആയിട്ട് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് ആ ജോയിൻറ്റിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേദന കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല കറക്റ്റ് ജോയിൻറ്റിൽ തന്നെ പോകുന്നതുകൊണ്ട് എഫക്റ്റും ബെറ്റർ ആയിരിക്കും. പിന്നെ എസെപ്റ്റിക് പ്രിക്കോഷൻസ്, അതായത് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി, ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്ത് ഗ്ലൗസ് ഇട്ട് കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻഫെക്ഷൻ റിസ്ക്കും ഒരു പരിധിവരെ കുറയും. മാത്രം ഇൻഫെക്ഷൻ കുറയാനായിട്ട് വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഷുഗർ യൂഷ്വലി 200 താഴെ, ഒരു 200 താഴെ കൺട്രോളിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ റിസ്ക് വീണ്ടും കുറയുകയും ചെയ്യും.